ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ആക്ച്വലി നോ ഐഡിയ, ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല പ്രോപ്പറായിട്ട്, കാരണം നല്ല മഴയും നല്ലൊരു ക്ലൈമറ്റ്. അപ്പം നമ്മൾ വിചാരിച്ചു ഏട്ടയിലൊക്കെ ഒന്ന് പോയൊക്കെ വിചാരിച്ചു. ക്ലൈമറ്റ് ഒക്കെ നല്ലൊരു ക്ലൈമറ്റ് ആണ്. അപ്പൊ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം അല്ലേ? പോയൊക്കെ എവിടെ വെച്ചാല് അക്കു പോവാ. ഓരോരു പറ ടാറ്റ മോളെ മൽക്ക. എങ്ങോട്ടാ മാഡം? എങ്ങോട്ടാ എങ്ങോട്ടാ എങ്ങോട്ട് 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 ഇങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? ലുലു മാൾക്ക. ആലോചിക്കട്ടെ ലുലു മാള് പോണോ വേണ്ടോ എന്നുള്ളത്. എന്നാ നിക്ക് നിക്ക് നിക്ക്. വണ്ടി കേറിയാല് ഇതാണ് അവസ്ഥ. അപ്പൊ വാവ ഉറങ്ങണം. ഒരു 2 അരി സോങ് കേട്ട് കച്ചിക്കോ. അട് രസല്ലേ? പോരട്ടെ, ഓണാവട്ടെ. मेरा जीना मेरा मरना इन पलकों की तले. അല്ലെങ്കിൽ എന്നോട് ആരാ വാവ ഉറങ്ങാൻ പറഞ്ഞു. അതല്ല ഈ ഉമ്മച്ചിക്കുരാവുമ്പതാടോ. അതല്ല മോളെ, നമ്മൾ എങ്ങോട്ട് ശരിക്ക് പോണത്? ആരാ പറഞ്ഞു ലുലു മാൾക്കാണെന്ന്? മേക്കർ എപ്പ പറഞ്ഞു? ദീദിയോ? ദീദി പറഞ്ഞിക്കണേ ലുലു മാളിലാ പോണെന്ന്. നൂർജമ്മ പറഞ്ഞ? നൂർജമ്മ അതല്ല ലുലു മാള് പോണ മോളെ. ഡാഡി പറഞ്ഞോ? മൽക്ക, ഇത് എവിടുന്ന ലിപ്സ്റ്റിക്? എവിടുന്ന? ആരുടെ? എന്നോട് ആരാ ലിപ്സ്റ്റിക് ഒക്കെ എടുക്കാൻ പറഞ്ഞു? അത് മലാളന്റെ അല്ല, അത് ദീദിന്റെ ആണ്. നിന്നോട് ആരാ ലിപ്സ്റ്റിക് എടുക്കാൻ പറഞ്ഞു? അതല്ല മക്കു, കുട്ടികളെ ലിപ്സ്റ്റിക് ഇടാൻ പാടുണ്ടാ? ചെറിയ മക്കളെ ലിപ്സ്റ്റിക് ഒന്നും അല്ലത്, അത് വലിയ ആൾക്കാരുടെ ലിപ്സ്റ്റിക്കാ. അത് ഇടാൻ പാടില്ല. ഇടാൻ പാടില്ല. നീ എന്താ മാമിനെ വിളിക്കാത്തത്? മാമിനെന്താ ലുലുമാള് കൊണ്ടുപോകാത്തത്? അതെന്താ മാമി വരാത്തത്? പറ. മാമിയെ പാട്. ഇത് പാട. അഷ്റഫ് ലാൽക്ക് പാട് പ്ലീസ്. പൊന്നു തുമ്പി പാടാ. പുറത്ത് നോക്കിയാ നല്ല മഴ.
ഉണ്ടോക്കിയ മാഹി മഴ ഇഷ്ടായ മഴ നോക്കിയ മോളെ മഴ നോക്ക് നോക്ക് ആളുകളെ നോക്ക മഴ നോക്കടോ എനിക്കിഷ്ടായി മഴ പറ ഇഷ്ടായി മഴ അങ്ങനെ നമ്മളിതാ മഴയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇട്ടിട്ട് ഒരു ചായ, ബാക്കിയൊക്കെ പിന്നെ അല്ലേ. ഐസ്ക്രീമാണ് വേണ്ടത്. ഓക്കെ സാർ, ഒരു കോഫി. ഇതിനൊക്കെ നല്ല സാറാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇനി നെക്സ്റ്റ് എന്താ പ്ലാനെന്നൊന്നും അറിയില്ല. എന്താ പ്ലാന്? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുമ്മാ നടന്ന് കളിച്ചു. അപ്പം നമ്മൾ വിചാരിച്ചു പുറത്ത് ഓൾറെഡി നല്ല മഴയാണ്, അപ്പം ലുലു മാൾ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ നല്ല പണി കിട്ടും. കാരണം ഇപ്പം മഴ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു സുഖം ഇപ്പോൾ പുറത്തിറങ്ങിയാലൊന്നും കിട്ടില്ലല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു ഇതേ മലക്കനെ ഇങ്ങനെ കുറച്ച് റൈഡിലും ഇതിലൊക്കെ ഇങ്ങനെ കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കാർഡൊക്കെ റീചാർജ് ചെയ്തു. അവളെ ജസ്റ്റ് ഒന്ന് ഹാപ്പി ആക്കാൻ നോക്കി. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. ചെറുതായിട്ടൊരു ടെററൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ മൽക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് നെക്സ്റ്റ് റൈഡിൽ കയറണം. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു വണ്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഇതിൽ കയറ്റി. ബാക്കിയുള്ള റൈഡ്സ് ഒന്നും അവൾക്ക് അവളുടെ ഒരു ഏജിനുള്ളത് സ്യൂട്ടാവുന്നില്ലായിരുന്നു. അപ്പോൾ ആകെ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ അവളങ്ങനെ ഉണ്ട് എൻജോയ് ചെയ്തു അവളുടേതായ കളികളിൽ. അതല്ല, എക്സ്ക്യൂസ് മീ, നിങ്ങളെന്താ ഈ സെക്ഷനിൽ? ഓ അതല്ല, മൽക്കൊക്കെ ഓൾറെഡി ഹൈറ്റ് ഇല്ലാത്ത കാരണം അവളെ കയറ്റില്ല. മൽക്കൊക്കെ പകരം നിങ്ങൾ കയറും. മൽക്കിനി കയറിയോ? നിങ്ങൾ കയറിയാലേ ഓൾ ദി ബെസ്റ്റ്.
അങ്ങനെ നമ്മൾ ലുലു മാളിനോട് വിട പറയുകയാണ് ഗായ്സ്. ഭയങ്കര റഷായിട്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ്, നല്ല ക്രൗഡുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ നേരെ പ്ലേ സെക്ഷനിൽ നിന്ന് ഇറങ്ങി ഇനി ഹൈപ്പർ മാർട്ടിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. മൽക്ക ഇതേ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഇതേ നമ്മൾ ഹൈപ്പർ മാർട്ടിൽ കയറി. മൽക്ക അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. അവൾ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ ഹാപ്പി ആയിരുന്നു അവൾ. ഹൈഡ് ആൻഡ് സീക്ക് എടുത്തോ, അതേപോലെ അതെടുത്തോ, യൂണിബിക്ക് എടുത്തോ, ചോക്കോ ചിപ്സ്. വേറെ ഏതൊക്കെയോ വേണ്ടി എടുത്തോ. അപ്പോൾ ഇതേ നമ്മൾ ലുലുന്ന് ഇറങ്ങി. മൽക്ക അവിടുന്ന് യോഗട്ടും ജ്യൂസൊക്കെ കുടിച്ച് ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ഇനിയിപ്പോൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് നല്ല റഷാണ്. ബീച്ചിൽ പാർക്കിംഗ് കിട്ടാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസാനം നമുക്ക് പാർക്കിങ്ങൊക്കെ കിട്ടി. അപ്പം നമ്മളിത് ബീച്ചെത്തി. ബീച്ചിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മൽക്ക ആകെ ഡൗണായി. കാരണം അവളിന്ന് രാവിലെ എണീറ്റിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റുകൊണ്ട് പിന്നെ ഉച്ചക്ക് പൊതുവെ ഒരു ഉറക്കമുണ്ട് കുറച്ച് ടൈം. അപ്പോൾ ഇന്നത് ഉറങ്ങാത്തതുകൊണ്ട് ആൾ ഭയങ്കര ഡൗണായി. ഉറക്കം വന്ന് ആകെ അലമ്പായി. തോളിൽ ഇങ്ങനെ കിടക്കേണ്ടിയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് ഉപ്പിലിട്ടതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഉപ്പിലിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കി എല്ലാവർക്കും വേണ്ട പോലൊക്കെ എടുത്തു. നമ്മൾ ഒക്കെ കഴിച്ച് അങ്ങ് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതേ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും മോള് നല്ല ഉറക്കത്തിലായി. രാത്രി 9 മണി ടൈം ആയിട്ടുള്ളൂ. കാരണം അവളിങ്ങനെ ഉറങ്ങാറില്ല ഈ ടൈം. പക്ഷേ ഇന്ന് രാവിലെ നേരത്തെ നീറ്റുകൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയതാണ്. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കാമെന്ന്. അപ്പം നമ്മൾ നദി മന്തിയിലാണ് പോയത്. അവിടെയും അത്യാവശ്യത്തിലധികം നല്ല തിരക്ക് തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഇതേ മാഹി ഭയങ്കരമായിട്ട് ടയർഡായി. കാരണം അവൾക്ക് ചെറിയ രീതിയിലൊരു കോൾഡും കഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലിരുന്ന് അവൾ ഭയങ്കരമായിട്ട് ടയർഡായി. പിന്നെ അതേ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ലൊരു റൂട്ടായിരുന്നു നമ്മളിത്. അപ്പം നമ്മൾ റോഡൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നങ്ങ് വിചാരിച്ചു.